ശബരിമലയിലെ ഭക്തജന തിരക്കിൽ നേരിയ കുറവ്. ഇന്നലെ ദർശനം നടത്തിയത് 75,000-ൽ അധികം ഭക്തർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും തന്നെ 1,00,000-നടുത്ത് ഭക്തർ ഭഗവാനെ ദർശിക്കാൻ എത്തിയിരുന്നു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സന്നിധാനത്ത് അവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് തെല്ലൊരാശ്വാസമുണ്ട്. എന്തായാലും ചെറിയ തിരക്കൊക്കെയാണ് എന്നറിയുന്നു. എന്താണ്, നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, അയ്യനെ വണങ്ങാനായി നീണ്ട നിര ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ്. പറയൂ. സ്വാമിശരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ഒരു 5 ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്നലെയോടെ ആ ഭക്തജന തിരക്കിന് നേരിയ ഒരു കുറവുണ്ട്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ 75,000-ലധികം ഭക്തർ മാത്രമാണ് ശബരീശനെ ദർശിക്കാനായി എത്തിയത്. ഇന്നും സമാനമായ രീതിയിൽ രാവിലെ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ശനിയും ഞായറും ഇതേ രീതിയിലുള്ള ഒരവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ഞായറാഴ്ച വൈകിട്ടോടെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. മണിക്കൂറുകൾ വരി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എത്തുന്ന സ്വാമിമാർക്ക് സുഖദർശനമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം യാതൊരു തരത്തിലുള്ള തിരക്കുമില്ലാതെ 18-ാം പടി കയറി ഭഗവാന്റെ മുന്നിലേക്ക് എത്താനുള്ള ഒരു അവസരമുണ്ട്. എന്തായാലും ഫ്ലൈ ഓവറിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള തിരക്കുകളൊന്നും തന്നെ ശബരിമലയിൽ അനുഭവപ്പെടുന്നില്ല. എന്തായാലും ഈ 12 വിളക്കിന് ശേഷം പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഭക്തരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ, വലിയ ഒരു തിരക്ക് തന്നെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുമ്പോഴും അത് കൃത്യമായി തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം പ്രത്യേകിച്ച് കേന്ദ്ര സേനകളൊക്കെ തന്നെ സന്നിധാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി തന്നെ തിരക്ക് നിയന്ത്രണങ്ങളെ പലതവണയും ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ QRT ടീം, RAFന്റെ QRT ടീം അടക്കം കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണങ്ങൾ കൃത്യമായി തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. അതോടൊപ്പം തന്നെ തിരക്കിൽ താരതമ്യേന കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷ നോക്കുമ്പോൾ കുറവാണ്. ശരാശരി 90,000-ലധികം ഭക്തരായിരുന്നു കഴിഞ്ഞ 5 ദിവസങ്ങളിൽ എത്തിയതെങ്കിൽ അത് ഇന്നലെ 75,000-ലേക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നും അത്തരത്തിൽ തിരക്ക് കുറയാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളിലേക്കൊക്കെ തന്നെയാണ് ശബരിമല പോവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തിരക്ക് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വലിയ പ്രശ്നമായി, പ്രതിസന്ധിയായി, തടസ്സമായി ഒക്കെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ആ പ്രശ്നങ്ങൾക്കൊന്നും തന്നെ ഒരു പരിധിവരെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവലോകന യോഗങ്ങളൊക്കെ തന്നെ നടക്കുന്നു, അതോടൊപ്പം തന്നെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തുന്നു. പക്ഷേ ഇതുവരെയും കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇനി മലയാളികളായിട്ടുള്ള ഭക്തരുടെ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ സ്പോട്ട് ബുക്കിംഗ് എന്നത് 5,000-ൽ മാത്രം നിജപ്പെടുത്തി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. തിരക്ക് നിയന്ത്രണങ്ങൾ, അതായത് തിരക്ക് കുറയുന്ന ദിവസങ്ങളിൽ മാത്രം കൂടുതൽ സംഖ്യയിൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് അനുവദിക്കും എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് നിലയ്ക്കൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനം. അതോടൊപ്പം തന്നെ ഇടവിട്ട മഴ പെയ്യുന്നത് ഒരു ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. കുഞ്ഞു കുട്ടികളടക്കമുള്ളവർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അതൊരു പ്രശ്നമായി തന്നെ നമ്മൾ തുടക്കത്തിൽ മുതൽ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരുമാനത്തിന് ഇങ്ങനെ റെക്കോർഡ് വർധന ഉണ്ടാകുമ്പോഴും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം അതൊരു വെല്ലുവിളിയായി, ചോദ്യചിഹ്നമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. രാഹി, അരുൺ, അതോടൊപ്പം തന്നെ ഈ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഈ സ്പോട്ട് ബുക്കിംഗ് ഇപ്പോഴും നിജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ രീതിയിലാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. 5,000 ഭക്തർ മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ തിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് പരിധി ഉയർത്തുമോ അരുൺ? അതായത് 5,000 എന്നുള്ളതാണ് ഹൈക്കോടതി ആദ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ തിരക്ക് സന്നിധാനത്തെയും പമ്പയിലെയും തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് അത് കൃത്യമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ട്, അതായത് കാര്യങ്ങൾ കൈവിട്ട് പോകാതെ ഒരവസ്ഥ അത് നോക്കി വേണം ഈ സ്പോട്ട് ബുക്കിംഗ് വർദ്ധിപ്പിക്കാൻ എന്നുള്ളത്. ഏതായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത്ര വലിയ തിരക്കൊന്നും തന്നെ സന്നിധാനത്തില്ല. എന്തായാലും ഇന്നലെയൊക്കെ തന്നെ ഹരിവരാസന സമയത്തടക്കം ഒരു കാര്യത്തിലുള്ള തിരക്കും
ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നില്ല. ഏതായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും. പക്ഷേ ഇന്ന് വൈകിട്ടോടെ കഴിഞ്ഞ ഞായറാഴ്ചയും ഇത് തന്നെയായിരുന്നു ഒരു അവസ്ഥ, ശനിയാഴ്ചയും ഇത് തന്നെയായിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സന്നിധാനം പൂർണ്ണമായും തിരക്കില്ലാത്തൊരവസ്ഥ. പക്ഷേ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. മണിക്കൂറുകൾ വരി നിൽക്കേണ്ട ഒരു അവസ്ഥയും വരുന്നു. മരക്കൂട്ടത്തടക്കം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് അത് ഒരു കൃത്യമായി തന്നെ ഇവിടുത്തെ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ കർശനമായ ഒരു നിർദ്ദേശമുണ്ട്. തിരക്ക് നിയന്ത്രണം അത് കൃത്യമായി തന്നെ പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരുന്ന എല്ലാവർക്കും ദർശനത്തിനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ അവകാശപ്പെടുന്നത്. അത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയങ്ങളിൽ അത് കൃത്യമായി തന്നെ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നവർക്ക് കൃത്യമായുള്ള ഒരു ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് എന്നാണ് അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സ്പോട്ട് ബുക്കിംഗ് 1000-ലോ അല്ലെങ്കിൽ 2000-ലോ അങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര തിരക്ക് കുറവാണ് ശബരിമല സന്നിധാനത്തുള്ളത്. പക്ഷേ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ പോലെയാണെങ്കിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ പോലീസ് മുൻകൂട്ടി കാണുന്നത്. എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഭക്തരുടെ വലിയൊരു തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ സുഗമമായ അയ്യപ്പ ദർശനത്തിന് സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ശബരിമലയിലെ ഭക്തജന തിരക്കിൽ നേരിയ കുറവ് ഉണ്ട് എന്നുള്ള വളരെ ആശ്വാസകരമായ വാർത്തയാണ് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ ദർശനം നടത്തിയത് 75,000-ൽ അധികം ഭക്തരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ 1,00,000-നടുത്ത് അയ്യപ്പ ഭക്തർ ഭഗവാനെ ദർശിക്കാനായി എത്തിയിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി തിരക്കിന്റെ ഒരു അവസ്ഥയൊക്കെ എന്നുള്ളത്. അരുൺ കൊടുങ്ങൂരുണ്ട് സന്നിധാനത്ത്. നമുക്ക് വിശദമായി തന്നെ വരും മണിക്കൂറിലും അപ്ഡേറ്റുകൾ പരിശോധിക്കാം.